ഹായ് ഓൾ, സേവന ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെള്ള നീല റേഷൻ കാർഡുകളെ മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ്. നവംബർ 25 മുതൽ ഡിസംബർ 10 വരെ നമുക്കത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ അപേക്ഷിക്കുന്നതിന് മുന്നേ കുറച്ച് രേഖകൾ നമ്മൾ തയ്യാറാക്കി വെക്കണം. അതിന് ആദ്യം വേണ്ടത് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ചെയ്ത് അത് റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയാണെന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതുപോലെ നമ്മൾ ഈ BPL കാർഡിന് അർഹനാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതുപോലെ ഇൻ കേസ് വീട്ടിലാർക്കെങ്കിലും മെഡിക്കൽ എന്തെങ്കിലും അസുഖങ്ങളുള്ളതാണെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കണം. റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് അപേക്ഷിക്കുക, ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷിക്കാം, നമുക്ക് സിമ്പിളായിട്ട് മൊബൈലിൽ നിന്ന് അപേക്ഷിക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതിനായി നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം സിവിൽ സപ്ലൈസ് എന്ന് എൻ്റർ ചെയ്യുക. അതിൽ രണ്ടാമത്തെ ലിങ്ക് സിറ്റിസൺ ലോഗിൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ നമ്മുടെ റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ആധാറും അതുപോലെ റേഷൻ കാർഡ് നമ്പറും ഉപയോഗിച്ചാണ് നമ്മൾ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ആധാർ നമ്പർ അതിൽ എൻ്റർ ചെയ്യുക. ആധാറിൻ്റെ കോളത്തിൽ ആധാർ നമ്പർ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പറും എൻ്റർ ചെയ്യുക. ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ ആധാർ നമ്പർ ആട്ടോ നമ്മൾ യൂസർ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം റേഷൻ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുക. റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. റേഷൻ കാർഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എഗ്രിയിൽ ടിക്ക് ഇട്ടിട്ട് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അംഗത്തിൻ്റെ പേര് നെയിം എന്നുള്ള അതിൽ കാണിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു യൂസർ ID കൊടുക്കുക. യൂസർ ID കൊടുക്കുമ്പോൾ അതിൽ മുന്നേ ചെയ്ത ആളുകളുടെ ആരുടെയെങ്കിലും യൂസർ ID ഉണ്ടെങ്കിൽ അപ്പോൾ അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഭാവിയിൽ നമുക്ക് ഇനി എന്തെങ്കിലും റേഷൻ കാർഡിൻ്റെ സർവീസുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപകരിക്കും. അപ്പോൾ കറക്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുത്തിട്ടൊന്ന് ലോഗിൻ ചെയ്യുക, ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാസ്വേഡ് തന്നെ കൊടുക്കുക. എന്നാൽ ഭാവിയിൽ നമുക്ക് റേഷൻ കാർഡിൻ്റെ എല്ലാ സർവീസുകളും ഇതുപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂസർ ID നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് എപ്പോഴും ഓർമ്മിക്കുന്നൊരു പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം മെയിൽ ID കൊടുക്കണം. മെയിൽ ID ഏത് മെയിൽ ID, ജസ്റ്റ് ഒരു മെയിൽ നമ്മൾ അപ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ഒരു മെയിൽ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അടിച്ചിട്ടാൽ മതി. ഒറിജിനൽ ID ആണെന്നില്ല, എന്തെങ്കിലും ഒരു മെയിൽ ID, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമില്ല. മെയിനായിട്ട് യൂസർ IDയും പാസ്വേഡ് നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പറും അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ കൊടുത്താൽ മതി. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ID ക്രിയേറ്റ് ആയി കഴിയും. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് കാണിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ അത് ലോഗിൻ ചെയ്യാൻ പോവാണ്. ആ യൂസർ ID നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ യൂസർ ID കറക്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ യൂസർ ID എൻ്റർ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, പാസ്വേഡ് എൻ്റർ ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യുകയാണ്. ഓക്കെ, സൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഇൻ്റർഫേസിൽ വന്നു. റേഷൻ കാർഡിൻ്റെ സൈനിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം കണ്ടോ കാർഡ് കൺവേർഷൻ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കാർഡ് കൺവേർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡ് നമ്മൾ ആദ്യമായിട്ട് കൊടുത്ത എല്ലാ ഡീറ്റെയിലും അവിടെ വരും. അതെല്ലാം ഓക്കെ ആണെന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യുക. എല്ലാം ഓക്കെ ആണോ, നമ്മുടെ റേഷൻ കാർഡിന് പുതിയതായിട്ട് കൊടുത്തപ്പോഴുള്ള എല്ലാം അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതൊന്ന് കൺഫേം ചെയ്യണം. നമ്മളിപ്പോൾ BPL ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നമ്മുടെ BPLൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ അറ്റാച്ച് ചെയ്യണം. BPL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറി എന്ന സത്യവാങ്മൂലമാണ്. അതേപോലെ 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. ഓക്കെ, അതെല്ലാം നമ്മളതിൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ
BPL സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അടിക്കാനുള്ള കോളുണ്ട്. അതെല്ലാം നമ്മൾ കറക്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ജസ്റ്റ് അടിയിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. അറ്റാച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് സേവ് കൊടുത്താൽ അത്രയേ ഉള്ളൂ, അത് സബ്മിറ്റ് ആവും, ടോട്ടലി സബ്മിറ്റ് ആവും. ഓക്കെ, സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഇതുപോലെ നോക്കി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ഇത് അപ്രൂവ് ആയിക്കണോ എന്നുള്ള കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.